ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിട നൽകിയ ലോകം. മാർപ്പാപ്പയുടെ ഖബറടക്കം പൂർത്തിയായി. മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം സെന്റ് മേരി മേജർ ബസിലിക്കയിലാണ് ഖബറടക്കിയത്. അദ്ദേഹത്തിനായി പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിലായിരുന്നു സംസ്കാരം. ജിബിൻ ചേരുകയാണ് വിവരങ്ങൾ നൽകാൻ. ജിബിൻ, അതിവൈകാരികമായ ചില രംഗങ്ങൾക്ക് കൂടി സാക്ഷ്യം വഹിക്കുന്നതായിരുന്നു ഈ ഖബറടക്ക ചടങ്ങുകളുടനീളം എന്നുള്ളതാണ്. ഇപ്പോൾ സംസ്കാരം പൂർത്തിയായിട്ടുണ്ട്. ഇനിയുള്ള ചടങ്ങുകൾ അത് രഹസ്യാത്മകമായി ആണ് നടക്കുക. എങ്ങനെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ മനസ്സിലാകുന്നത്? വികാരനിർഭരമായ ചടങ്ങുകളായിരുന്നു വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലും അതോടൊപ്പം തന്നെ സെൻറ്റ് മേരി മേജർ ബസിലിക്കയിലും നടന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 1:30 ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 ഈ സംസ്കാര ശുശ്രൂഷകൾക്ക് തുടക്കമായത്. കർദിനാൾമാരുടെ അകമ്പടിയോടുകൂടി തന്നെ മൃതശരീരം ആദ്യം ഇത്തരത്തിൽ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ചത്തുരത്തിലേക്ക് കൊണ്ടുവരികയും അവിടെ വെച്ച് ശുശ്രൂഷകൾ നടക്കുകയും ചെയ്തിരുന്നു. ഈ ശുശ്രൂഷകൾക്കൊക്കെ തന്നെ നേതൃത്വം നൽകിയത് ഡീൻ കർദിനാളായ ജിയോവാനോ ബാറ്റിസ്റ്റയായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു സെൻറ്റ് പീറ്റേഴ്സ് ചത്തുരത്തിലെ ശുശ്രൂഷകൾ നടന്നത്. അതിനുശേഷമായി പിന്നീട് വിലാപയാത്രയായി സെൻറ്റ് മേരി മേജർ ബസിലിക്കയിലേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതശരീരം കൊണ്ടുപോകുകയും ഈ വഴിയിലുടനീളമൊക്കെ തന്നെ വലിയ ആൾക്കൂട്ടം അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാനായും അതോടൊപ്പം തന്നെ അന്ത്യാഞ്ജലി അർപ്പിക്കുവാനും ഒക്കെയായി തന്നെ നിൽപ്പുണ്ടായിരുന്നു എന്നത് നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ ഈ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ ചടങ്ങുകളിലൊക്കെ തന്നെ ലോക നേതാക്കൾ അടക്കമുള്ളവർ പങ്കെടുക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, അതോടൊപ്പം തന്നെ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി, അങ്ങനെയുള്ള പ്രമുഖരൊക്കെ തന്നെ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു, അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിമാർ, കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർ ഈ ചടങ്ങുകളിലെല്ലാം സംബന്ധിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. അതിനുശേഷമായി തന്നെ പിന്നീട് ഈ സെൻറ്റ് മേരി മേജർ ബസിലിക്കയിലേക്ക് വിലാപയാത്രയായി ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതശരീരം കൊണ്ടുപോയപ്പോൾ വഴിയിലുടനീളം ആളുകൾ കാത്തു നിൽക്കുകയും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു. പിന്നീട് സെൻറ്റ് മേരി മേജർ ബസിലിക്കയിൽ മൃതശരീരം എത്തിച്ചപ്പോൾ കുടിയേറ്റക്കാർ, അതോടൊപ്പം തന്നെ ആലംബഹീനരായ ആളുകൾ ഒക്കെ തന്നെ കുട്ടികളടക്കമുള്ളവർ അദ്ദേഹത്തിന് റോസാപ്പൂക്കൾ കൊണ്ട് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. അതിനുശേഷമാണ് സെൻറ്റ് മേരി മേജർ ബസിലിക്കയിൽ കാർമെങ്കലോ കെവിൻ ഫാരലിൻ്റെ നേതൃത്വത്തിലുള്ള ചടങ്ങുകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ സംസ്കാര ശുശ്രൂഷകൾ നടത്തിയത്. തീർത്തും രഹസ്യാത്മകമായാണ് ആ ശുശ്രൂഷകൾ നടത്തിയത്. എന്നാൽ അതിൻ്റെ മറ്റ് ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ രഹസ്യാത്മകത നിലനിൽക്കുന്നതിനാൽ തന്നെ അതിൻ്റെ ദൃശ്യങ്ങൾ പിന്നീട് മാത്രമേ പങ്കുവയ്ക്കുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ നിലകളിലാണ് അതിൻ്റെ ക്രമീകരണങ്ങൾ നടത്തിയിരിക്കുന്നത്. ഏതായാലും ലോകം ശ്രദ്ധിച്ച ഒരു ലോക മതനേതാവിൻ്റെ ഒരു സംസ്കാര ശുശ്രൂഷ അത് ഏറ്റവും ലളിതമായും അതോടൊപ്പം തന്നെ വളരെ പ്രൗഢഗംഭീരമായും തന്നെ നടത്തിയെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ആ നിലകളിലായിരുന്നു ഈ വത്തിക്കാനിലെയും അതോടൊപ്പം തന്നെ സെൻറ്റ് മേരി മേജർ ബസിലിക്കയിലെയും ശുശ്രൂഷകൾ നടന്നത്. ഈ ശുശ്രൂഷകളിലെല്ലാം തന്നെ വലിയ ജനപങ്കാളിത്തം ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് നമുക്ക് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അത്രത്തോളം ഫ്രാൻസിസ് മാർപ്പാപ്പയെ ആളുകൾ സ്നേഹിച്ചിരുന്നു, അത്രത്തോളം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്കൊപ്പം നിലനിന്നിരുന്നു എന്നുള്ളതാണ് ഈ ജനക്കൂട്ടവും ഈ കാഴ്ചകളും ഒക്കെ തന്നെ നമുക്ക് നൽകുന്ന സന്ദേശമെന്ന് പറയുന്നത്. അങ്ങനെ വലിയ തോതിലുള്ള ജനക്കൂട്ടവും ജനപ്രഭാവവും ഒക്കെ തന്നെ ഈ ഒരു ചടങ്ങിൻ്റെ ഭാഗമായി തന്നെ ഉണ്ടായിരുന്നു. ഇനിയുള്ള ശുശ്രൂഷകളൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ പ്രാർത്ഥനാ ചടങ്ങുകളും മറ്റുമൊക്കെ തന്നെ ഉണ്ടാകും. അതിനു മുൻപായി തന്നെ പൊതുജനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഖബറിടം സന്ദർശിക്കാനും പ്രാർത്ഥനകൾ നടത്താനുമുള്ള ക്രമീകരണങ്ങൾ ഞായറാഴ്ച മുതൽ നാളെ മുതൽ നൽകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സംസ്കാരം ഒറ്റമര പേടകത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടത്തിയത്. ഒറ്റമര പെട്ടിയിലാണ്. നമുക്കറിയാവുന്നത് പോലെ സെൻറ്റ് മേരി ബസിലിക്കയിൽ ഒരു മാർപ്പാപ്പയുടെ ഒരു പോപ്പിൻ്റെ മൃതദേഹം സംസ്കരിക്കുന്നത് ഏകദേശം 140 വർഷങ്ങൾക്ക്
വർഷങ്ങൾക്ക് ശേഷമാണ്. ജീവിതത്തിലുടനീളം ഈ നിലയിലൊരു ലാളിത്യം അദ്ദേഹം പുലർത്തിയിരുന്നു. ഈ സെന്റ് മേരി ബസിലിക്ക അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹൃദയത്തിനോട് ചേർന്ന് നിന്ന ഇടമാണ്. രാജ്യത്തിന് പുറത്ത് എപ്പോൾ യാത്രകൾ നടത്തിയാലും അദ്ദേഹം ഇവിടെ വന്ന് സമയം ചെലവഴിച്ച ശേഷം പോകുകയും യാത്ര പൂർത്തിയാക്കി മടങ്ങിയെത്തുമ്പോൾ ആദ്യം സെന്റ് മേരിയുടെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്യുന്ന ഒരു ശീലം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ ചിത്രം പോലും വളരെ വിഖ്യാതമാണ്. ആ ചർച്ചിനുള്ളിലെ ആ സെന്റ് മേരിയുടെ ചിത്രം പോലും വിഖ്യാതമാണ്. അപ്പോൾ ആ നിലയിൽ അദ്ദേഹം ഹൃദയബന്ധം പുലർത്തിയ ഒരിടത്തേക്ക് തന്നെ അവസാന മടക്കയാത്ര വേണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, അത് തന്നെ ഏറ്റവും ലളിതമായി വേണമെന്നുള്ള ആഗ്രഹം. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ കൂടിയുണ്ട് അദ്ദേഹത്തിൻ്റെ മടക്കയാത്രയ്ക്ക് പോലും, അല്ലേ ജിബിൻ? തീർച്ചയായും തന്നെ അസിത, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ സെന്റ് മേരി മേജർ ബസിലിക്കയുമായി അദ്ദേഹത്തിന് വലിയൊരു ഹൃദയബന്ധമാണുള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ അദ്ദേഹം ഒരു കന്യകാമറിയത്തിൻ്റെ ഒരു ഭക്തൻ എന്നുള്ള നിലയിൽ കന്യകാമറിയത്തിൻ്റെ പേരിലുള്ള ഈ സെന്റ് മേരി മേജർ ബസിലിക്കയിൽ അദ്ദേഹം നിരന്തരമായി പ്രാർത്ഥനയ്ക്ക് വരികയും അതോടൊപ്പം തന്നെ അവിടെ ചെലവഴിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ പലപ്പോഴായി ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹം ഈ ഒരു ആവശ്യം മരണത്തിന് മുമ്പായുള്ള മരണ വിൽപത്രത്തിൽ അദ്ദേഹം പ്രധാനമായും തന്നെ പറഞ്ഞത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ലാളിത്യത്തിൻ്റെ ഇതെന്നോളം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് തൻ്റെ സംസ്കാര ശുശ്രൂഷകൾ വളരെ ലളിതമായിരിക്കണം, അതോടൊപ്പം തന്നെ ഒറ്റമര പേടകത്തിൽ ആയിരിക്കണം തൻ്റെ സംസ്കാരം നടത്തേണ്ടത്. ആ നിലകളിൽ സിങ്ക് പൂശിയ പേടകത്തിലാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ശുശ്രൂഷകൾ, ഒറ്റമര പേടകത്തിലാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ശുശ്രൂഷകൾ നടത്തിയത്. അങ്ങനെ ജീവിതത്തിലുടനീളം വളരെ ലാളിത്യവും അതോടൊപ്പം തന്നെ സഹജീവികളോട് കരുണയും സ്നേഹവും ഒക്കെ തന്നെ പുലർത്തിപ്പോകുന്നതിൻ്റെ ആ ഒരു സന്ദേശം തന്നെ പകരുന്നതായി അദ്ദേഹത്തിൻ്റെ അവസാന സംസ്കാര ശുശ്രൂഷകളിലെ അവസാന നിമിഷങ്ങളും എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെ ലോകത്തെ സ്വാധീനിച്ച ഒരു മതനേതാവ്, ലോകത്തെ സ്വാധീനിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹം നിത്യനിദ്രയിലേക്ക് പോയിരിക്കുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അത് കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളവും ലോകത്തെ സംബന്ധിച്ചിടത്തോളവും ഒരു പുതിയ വീക്ഷണവും പുതിയ ചിന്തകളും നൽകും. കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളിൽ നിന്നൊക്കെ തന്നെ വ്യത്യസ്തമായിക്കൊണ്ടുള്ള ഒരു നിലകളിൽ സഞ്ചരിച്ച ഒരു മാർപ്പാപ്പയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് പറയുന്നത്. അതായത് ഭിന്ന ലിംഗത്തിൽപ്പെട്ടവർക്കും അതോടൊപ്പം തന്നെ LGBTQ വിഭാഗത്തിൽപ്പെട്ടവർക്കൊക്കെ തന്നെ അവരെയൊക്കെ തന്നെ ചേർത്ത് പിടിക്കണമെന്നുള്ള നിലപാടുകളിലൂടെയൊക്കെ തന്നെ വളരെ ശ്രദ്ധേയമാകുകയും അതോടൊപ്പം തന്നെ കത്തോലിക്ക സഭയിലെ തന്നെ പ്രശ്നങ്ങളുടെ പേരിൽ ലൈംഗിക ആരോപണങ്ങളുടെ ഒക്കെ തന്നെ പശ്ചാത്തലമൊക്കെ തന്നെ ഉണ്ടായ സമയങ്ങളിലൊക്കെ തന്നെ അതിനെയൊക്കെ തന്നെ തള്ളിപ്പറയുകയും അത്തരത്തിൽ അതിനോട് ഇരയായവരോട് മാപ്പ് അപേക്ഷിക്കുകയും ചെയ്യുന്ന ചരിത്രപരമായ സംഭവങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഫ്രാൻസിസ് മാർപ്പാപ്പ ചരിത്രത്തിലേക്ക് ഇടം നേടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ശരി, ജിബിനാണ് വിവരങ്ങൾ നൽകിയത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാരം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. വിലാപയാത്രയെ സെന്റ് മേരി ബസിലിക്കയിൽ എത്തിക്കുകയായിരുന്നു. അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. വിവരങ്ങൾ നൽകിയത് ജിബിനാണ്.